ഹായ്. ഇന്ന് ഞാനൊരു നെയ്പായസം എന്ന് പറഞ്ഞ മാധവിക്കുട്ടി എഴുതിയ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഇന്ന് വിമൻസ് ഡേ അല്ലേ. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ, വെറുതെ നമുക്ക് അയാളെ അച്ഛൻ എന്ന് വിളിക്കാം. കാരണം ആ കുട്ടികളുടെ അച്ഛനാണ് അയാൾ. ഓക്കെ, ഈ കഥാപാത്രം പെട്ടെന്ന് തിടുക്കത്തിലുള്ള ഒരു ശവദാഹം കഴിഞ്ഞ് തന്നെ സാന്ത്വനിപ്പിക്കാൻ വന്ന സുഹൃത്തുക്കളോടെല്ലാം ഒരു വിധത്തിൽ നന്ദി പറഞ്ഞ് തിടുക്കത്തിൽ വീട്ടിലെത്തുകയാണ്. 2 ഉണ്ണികൾ, ചെറിയ മക്കൾ ഉറങ്ങുന്നു. അച്ഛൻ വാതിൽ തുറന്ന് അകത്ത് വരുന്നത് കണ്ടപ്പോൾ അവർ ഓടി വന്നു. അച്ഛാ, അമ്മ ഇതുവരെയും വന്നില്ല. അവർ ഇത്ര പെട്ടെന്ന് എല്ലാം മറന്നുപോകും. അയാൾ ഉള്ളിൽ ആലോചിക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. അയാൾ അടുക്കളയിലേക്ക് നടന്നു. നോക്കുമ്പോൾ ഭാര്യ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി, ചോറ്, വെജിറ്റബിൾ കറി, പിന്നെ സ്ഫടിക പാത്രത്തിൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നെയ്പായസം. മരണത്തിൻ്റെ ഗന്ധമാണതിന്. അയാൾ ഓർത്തു, വേണ്ട, ഇതൊന്നും ഭക്ഷിച്ചുകൂടാ. അച്ഛൻ മക്കൾക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി തരട്ടെ? അച്ഛാ, നെയ്പായസം, മൂത്തവൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ശരി, കുട്ടികൾ കഴിക്കട്ടെ. ഇളയവനെയും വിളിച്ചുകൊണ്ട് വരൂ, ബാലനെയും വിളിച്ചുകൊണ്ട് വരൂ. അവനെ ഉറങ്ങി, വിളിക്കൂ. 2 പേരും 2 പാത്രത്തിൽ നെയ്പായസം ഒഴിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ആലോചിക്കുകയാണ്, അവരുടെ അമ്മ ഉണ്ടാക്കിയ അവസാനത്തെ ഭക്ഷണ വിഭവങ്ങൾ അവരാസ്വദിച്ച് കഴിക്കട്ടെ എന്ന് അയാൾ ആലോചിക്കുകയാണ്. അപ്പോൾ ആ കുട്ടികൾ പറയണ, നല്ല രുചിയുണ്ടല്ലേ, അമ്മ എപ്പോഴാണ് വരിക? അമ്മയ്ക്ക് മാറിയോ? അയാൾ ഒന്നും മിണ്ടിയില്ല. അയാളുടെ കണ്ണുനീര് മറയ്ക്കാൻ വേണ്ടിയിട്ട് അയാൾ, എനിക്ക് ഗദ്ഗതം വരുന്നു, കുളിമുറിയിലേക്ക് നടന്നു. അപ്പോൾ എല്ലാവരും വായിച്ചിട്ടുണ്ട് അല്ലേ നെയ്പായസം? അതിൽ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ, ഞാനിങ്ങനെ മനസ്സിൽ നിന്ന് പറയല്ലേ. ഒരമ്മ മക്കൾക്ക് നെയ്പായസം ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരിക്കുകയാണ്. അയാൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ചെരിഞ്ഞ് കിടക്കുന്നതാണ് കാണുന്നത് താഴെ. അപ്പം അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറയുന്നു ഹൃദയസ്തംഭനമാണ്, 1.5 മണിക്കൂറായി മരിച്ചിട്ട് എന്ന്. മക്കൾ അറിഞ്ഞിട്ടില്ല, അപ്പുറത്തെ റൂമിലിരുന്ന് ഉണ്ണികളല്ലേ കളിക്കുകയായിരുന്നു. അപ്പോൾ ഇതെന്തിനാ ഇന്ന് വിമൻസ് ഡേയുടെ അന്ന് ഇങ്ങനെ ചേച്ചി പറഞ്ഞതെന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും അല്ലേ. എന്താണെന്നറിയോ, വീട്ടിലെ സ്ത്രീകളുടെ ആരോഗ്യം അത് വളരെ അത്യാവശ്യമാണ്. ഭർത്താക്കന്മാർ ചില സമയത്ത് അവർ ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളായിരിക്കാം, ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരായിരിക്കാം. എൻ്റെ അമ്മയൊക്കെ എന്നും തലവേദന എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അത്രയും ബുദ്ധിമുട്ടാണ് ഈ 50കളിലൊക്കെ സ്ത്രീകൾക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ പെട്ടെന്ന് 50-52 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ മെനോപോസ്, പെരിമെനോപോസ് എല്ലാം ആവുണ്ടാകും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് അവരുടെ തന്നെ കാര്യങ്ങൾ നോക്കാൻ പറ്റാതെയും, ചിലപ്പോൾ പ്രായം കുറച്ചേറിയതിന് ശേഷം മക്കളുണ്ടായതാണെങ്കിൽ കുഞ്ഞു മക്കളുമായിരിക്കും. സോ സ്ത്രീകളുടെ ആരോഗ്യം കൂടെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു വിമൻസ് ഹോർലിക്സോ, എനിക്കറിയില്ല, ഞാനതൊക്കെ ഇത് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അതിനൊക്കെ ചിലപ്പോൾ പലരും പറയും, അയ്യോ വിമൻസ് ഹോർലിക്സ് നന്നല്ല ചേച്ചി, ആരോഗ്യത്തിന് നന്നല്ല, അങ്ങനെ ചിലപ്പോൾ പറയുമായിരിക്കും അല്ലേ. അങ്ങനെ വിചാരിക്കേണ്ട. എന്താണ് അവരുടെ ആരോഗ്യത്തിന് നല്ലത്, അതൊന്ന് നോക്കൂ കേട്ടോ. എനിക്ക് സ്ത്രീകളുടെ ആരോഗ്യം മുഖ്യമാണ്. ഒരു വീട്, ഒരു കുടുംബം നടന്നു പോകണമെങ്കിൽ ആ സ്ത്രീ തന്നെയാണ് അതിൻ്റെ നട്ടെല്ലല്ലേ. പണ്ട് മുതലേ എല്ലാവരും പറയുന്നുണ്ട്, ഒരു അമ്മ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ ചലനമേ നിൽക്കും അല്ലേ. അമ്മ എവിടേക്കാണ് വെച്ചിരിക്കുന്നതെന്ന് പോലും ആർക്കും അറിയണുണ്ടാവില്ല പല സമയങ്ങളിലും അല്ലേ. അപ്പോൾ എല്ലാവരും സ്വന്തം അമ്മമാരെ നോക്കുക, ഭാര്യമാരെ നോക്കുക, ഭർത്താക്കന്മാർ, ചെറിയ മക്കൾ എനിക്കൊരു കോള് വന്നുകൊണ്ടിരിക്കുന്നു, അത് ഇടയിൽ വരുന്നവരുടെ എനിക്ക് ശ്രദ്ധ മാറിപ്പോകുന്നു. സോ ഇങ്ങനത്തെ രീതികൾ, അതായത് നമ്മൾ പറയുന്ന ഓരോരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡിസിപ്ലിൻ്റെ കാര്യം പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഭാര്യമാർ, അത് പെണ്ണുങ്ങൾ കയ്യിൽ വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളാകുമ്പോൾ ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് അതിനൊരു കയ്യാളാനുള്ള ഒരു കരുത്ത് എപ്പോഴും ഉണ്ടാകും. മനസ്സിലായോ? നമ്മുടെ കയ്യിലത് ഒതുങ്ങും എപ്പോഴും. ആണുങ്ങൾക്ക്
പെട്ടെന്ന് കൂട്ടുകാരോടൊത്ത് ഒന്ന് കറങ്ങിയിട്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ദുശീലങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരതും ശ്രദ്ധിക്കില്ല. അവരെന്ത് ചെയ്യും? അവർ പെട്ടെന്ന് അതിലേക്ക് എടുത്ത് ചാടുകയും ചെയ്യും. പക്ഷെ പെണ്ണുങ്ങളാണെങ്കിൽ അവരങ്ങനെയല്ല, അതിൽ ഉറച്ചു നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു കാര്യവും ഇല്ലാതെ നമ്മൾ സ്പ്ലർജ് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പങ്ങൾ എന്താണെന്നറിയോ? എന്തിനാ സേവ് ചെയ്യണം എന്ന് പറയുന്നതും പിന്നെ നാളത്തേക്ക് വെക്കുന്നതെന്ന് പറയുന്നതും ജീവിതം അനിശ്ചിതത്വത്തിൽ തന്നെയാണ് പോകുന്നതെന്ന് നമുക്കറിയാം. പെട്ടെന്ന് ഇന്ന് നമുക്കുള്ള ഈ കപ്പാസിറ്റി, ഏർണിംഗ് കപ്പാസിറ്റി നാളെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതേസമയം നമുക്ക് ജീവിക്കണ്ടേ? ഭക്ഷണം എന്നും കഴിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും അമ്മയോട് പറയും, അമ്മേ എല്ലാ ദിവസവും ഈ ഭക്ഷണം എന്തിനല്ലേ? കാലത്തുണ്ടാക്കണം, ഉച്ചയ്ക്ക് ഉണ്ടാക്കണം, വൈകുന്നേരം ഉണ്ടാക്കണം, ചെറിയ ചെറിയ ടാബ്ലറ്റ്സിൽ കഴിക്കാൻ പറ്റൂലേ? അങ്ങനെയൊക്കെ ഉള്ള കാലങ്ങളൊക്കെ വരില്ലേ എന്നൊക്കെ ഞാൻ എപ്പോഴും പറയായിരുന്നു. അപ്പോൾ അമ്മ പറയും, നിൻ്റെ കൂടെ വന്ന് നിൽക്കണമെങ്കിൽ സൂക്ഷിക്കണമല്ല. അമ്മ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ക്യാപ്സ്യൂള്, പിന്നെ ഉച്ചയ്ക്ക് വേറെ അല്ല. പക്ഷെ ഞാൻ കൊടുക്കാറുണ്ട് അമ്മയ്ക്ക്. അതുപോലെ ഞാൻ മീൻ ഗുളികയുടെ ഇത് കൊടുക്കാറുണ്ട് എപ്പോഴും. പിന്നെ വേറെ എന്തായിരുന്നു, വേറെ മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പല സമയങ്ങളിൽ നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിച്ചിരിക്കണം. കാരണം എല്ലാം നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത്, സ്ത്രീകളുടെ ആരോഗ്യവും ശ്രദ്ധിക്കണം, ഫിനാൻസും ശ്രദ്ധിക്കണം. അവർക്ക് കുറച്ച് പണം അവരുടെ കയ്യിൽ അല്ലെങ്കിൽ ബാങ്കിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കുക വേണം. അവർക്കതൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം കേട്ടോ. നിങ്ങൾ ഇന്ന് അതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഫിനാൻഷ്യൽ ഫ്രീഡം പെണ്ണുങ്ങൾക്ക് അതില്ലെങ്കിൽ അവർക്ക് എന്തൊരു വീർപ്പുമുട്ടലായിരിക്കും എന്നറിയോ? ഞാൻ എൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ജോലിയെല്ലാം വിട്ടിട്ട് അബുദാബിയിൽ വന്നിരുന്നപ്പോഴേ, ഞാൻ കാർ ഓടിച്ചാണല്ലോ നടന്നുകൊണ്ടിരുന്നത് മദ്രാസിൽ. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന് കുറച്ച് സമയം എടുക്കും ഈ എന്താ പറയുക, കാറിൻ്റെ ലൈസൻസൊക്കെ മാറ്റിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ എപ്പോഴും ഈ വണ്ടിയിൽ പോയി ശീലിച്ചതുകൊണ്ട് എനിക്ക് ഈ ടാക്സിയിൽ പോകാമെന്ന് വിചാരിച്ചു. ടാക്സി ഈസ് ഓക്കെ. അരവിന്ദ് എന്താ ചെയ്തെന്നറിയോ? ഇവിടുത്തെ ലോക്കൽ ബസ്സസ് ഉണ്ട്, അതിലിങ്ങനെ 2 ദിർഹംസ് മതി അത്ര ഒരു സ്റ്റോപ്പിൽ നിന്ന് വരാൻ. അത് നമ്മളിങ്ങനെ പ്രീ പെയ്ഡായിട്ട് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് പോകാൻ നോക്കും. കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ, എങ്ങനെയാണ് പോകണ്ടേ, എന്തിനാ ഒരു വല്ലാത്തൊരു വീർപ്പുമുട്ടലും വല്ലാത്തൊരു വിഷമവും. ഞാനങ്ങോട്ട് ഭയങ്കര റിബലായ പോലെയാണ്. എനിക്ക് എന്തോ ഭയങ്കര ദേഷ്യമൊക്കെ വന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. യെസ്, വി ഷുഡ് ഡെഫിനറ്റ്ലി യൂസ് എന്താ പറയുക, പബ്ലിക് ട്രാൻസ്പോർട്ട്. അതിപ്പം ഞാൻ പറയുന്നുണ്ട് എൻ്റെ മിനിമലിസത്തിൻ്റെ ഭാഗമായിട്ട്. അന്ന് 6-8 വർഷം മുമ്പ് അങ്ങനെ എൻ്റെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ദിവസം മുഴുവൻ ഇരുന്ന് കരഞ്ഞ ആളാട്ടോ നിങ്ങളെ ഇരുന്ന് ഉപദേശിക്കുന്നത്. എൻ്റെ വീക്ക്നെസ്സും ഞാൻ പറയണമല്ലോ. പിന്നെ എനിക്ക് വണ്ടി വേണം. ഞാൻ പറയുന്നത്, ദൈവമേ, ഞാനിങ്ങനെ എന്തോ എനിക്ക് ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, നോ, ദിസ് ഇസ് നോട്ട് ദ വേ ഐ ഹാവ് ടു ലിവ്. അങ്ങനെ ഒരു തോട്ട് വന്നതുകൊണ്ടാണ്. പക്ഷേ അത് കഴിഞ്ഞ് ആ വിസ്ഡം ഒക്കെ വലുതായി കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി, കണ്ടൻറ്റഡായിട്ട് നമ്മളിരുന്നാൽ നമുക്ക് വിഷമം തോന്നില്ല. ഒരു കഥ കൂടി പറഞ്ഞിട്ട് പോവാം. നെയ്പായസത്തിൻ്റെ കഥ പറഞ്ഞതിൻ്റെ വേദന മാറിയിട്ടില്ല. നല്ലൊരു കഥ പറയാം കേട്ടോ. നല്ലൊരു കഥ എന്ന് പറഞ്ഞാൽ, 2 കുരങ്ങന്മാരെ ഒരു ശാസ്ത്രജ്ഞന്മാർ പഠനത്തിന് വിധേയരാക്കുകയാണ്. മനുഷ്യനും കുരങ്ങന്മാരും തമ്മിലുള്ള, മങ്കീസും തമ്മിലുള്ള ഒരു സാമ്യമുണ്ടല്ലോ കുറച്ച് ബിഹേവിയറൽ പാറ്റേണിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എന്നും ഒരു കുരങ്ങന് ഒരു ഇത് കൊടുക്കുമായിരുന്നു, എന്താണ് പറയണേ, വാട്ട് ഇസ് ഇറ്റ് കോൾഡ്, ക്യുക്കുംബർ കൊടുക്കുമായിരുന്നു. എന്നിട്ട് ആ കുരങ്ങൻ്റെ കയ്യിലിരിക്കുന്നത് തിരിച്ചു ചോദിക്കും. അപ്പോൾ ആ ക്യുക്കുംബർ മേടിച്ചിട്ട് തിരിച്ച് ഇത് കൊടുക്കും. അങ്ങനെയാണ് എന്തോ ഒരു സാധനം. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് ഹി വാസ് ഈറ്റിംഗ് ദ ക്യുക്കുംബർ. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തൊരു കുരങ്ങനെ കൊണ്ടുവന്നിരുത്തിയിട്ട് ആ കുരങ്ങനെ ഗ്രേപ്സ് കൊടുക്കും. എന്നിട്ട് ഇതിന് കുക്കുംബർ തന്നെ കൊടുക്കണം. ആ കുരങ്ങനെ എന്താ ചെയ്തതെന്നറിയാം? ഈ കുക്കുംബർ കിട്ടിയപ്പോൾ ആ ക്യുക്കുംബർ എടുത്തിട്ട്, അത്രയും ദിവസം വരെ കുഴപ്പമില്ലായിരുന്നു, തലയ്ക്ക് ഒരൊറ്റ അടി വെച്ച് കൊടുക്കും ഈ സയൻറ്റിസ്റ്റിൻ്റെ ഏത് ക്യുക്കുംബർ വെച്ചിട്ട്. മീൻസ് ഹി ലുക്ക്ഡ് ടു ദ അതർ പേഴ്സൺ. അതർ മങ്കിയുടെ കയ്യിൽ ഗ്രേപ്സ് ആണ്. ഹൗ ഡെയർ യു ഡു ദിസ്? അത്ര നാൾ 30 ദിവസം ഒരു കുഴപ്പമില്ലാണ്ട് കണ്ടൻറ്റഡായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. മനസ്സിലായോ? അടുത്തവൻ്റെ വീട്ടിലേക്ക് നോക്കി. അത് തന്നെ. ഇപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ അതിനെക്കുറിച്ച് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇന്നത്തെ ടേക്ക് അവേ ആണ്, ബി കണ്ടൻറ്റഡ്. അടുത്തവൻ്റെ പറമ്പിലേക്കോ അടുത്തവൻ്റെ വീട്ടിലെ പൂന്തോട്ടത്തിലേക്കോ നോക്കാതിരിക്കുക. പൂന്തോട്ടം എന്ന് ഞാൻ പറഞ്ഞത് ഭാര്യമാരെ ഉദ്ദേശിച്ചാണ് കേട്ടോ. അടുത്ത വീട്ടിലെ ഭാര്യമാരെ നോക്കിയിട്ട് ഇപ്പുറത്തെ വീട്ടിലെ ഭർത്താവ് ചിരിക്കുകയോ കളിക്കുകയോ ഒരു പരിധി വിട്ടിട്ടുള്ള ഒരു റിലേഷനോ പാടില്ല.
അത് പറയാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ചാറ്റിംഗ് സൈറ്റ് അതുപോലെ അങ്ങനെയുള്ള ആപ്സൊക്കെ ഇല്ലേ, അതിനകത്ത് ഈ പിള്ളേരെല്ലാം കയറിയിട്ട് ഡേറ്റിംഗ് ആപ്സൊക്കെ ചെയ്യുന്നിടത്ത് കിളവന്മാരും നുണ പറഞ്ഞ് കയറുന്നുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സിനുള്ള കാര്യമാവും. നിങ്ങൾ നല്ലൊരു ജീവിതം കളയരുത്. പിന്നെ ഭാര്യമാരോട്, ഹസ്ബൻഡ്സ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം സമയം അവരുടെ കൂടെ അങ്ങ് ചിലവഴിക്കൂ. വീട്ടിൽ വന്നു കഴിയുമ്പോഴോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം നിങ്ങൾക്കറിയാം. ശരിയാണ്, തളർന്നു വരുമ്പോൾ മറന്നു പോകും. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തളർന്നായിരിക്കും വരണേ. ഒരു ദിവസം നിങ്ങൾ ലീവ് എടുത്ത് രണ്ട് കൂട്ടരും കൂടെ സ്പെൻഡ് ചെയ്യൂ. കുറേശ്ശെ ഭർത്താവിൻ്റെ ശ്രദ്ധ മാറും. ചില സമയങ്ങളിൽ ഹോർമോൺസ് അല്ലേ, അല്ലെങ്കിൽ ഈ കെമിക്കൽസ് അല്ലേ നമ്മുടെ ശരീരത്ത് പല രീതിയിലല്ലേ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഹസ്ബൻഡ്സ് വഴി വിട്ടു പോകുന്നുണ്ടെങ്കിൽ ഭാര്യമാർക്ക് ഹെൽപ്പ് ചെയ്തൂടെ? 10-20 വർഷം സ്വന്തം ഭാര്യയുടെ കൂടെ കഴിഞ്ഞ ഭർത്താവല്ലേ, അദ്ദേഹം ആപ്സിൽ കയറുകയാണെങ്കിൽ അതിനുള്ള വഴി നമ്മൾ തെളിച്ചു കൊടുക്കരുത്. അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് വളരെ സ്നേഹമായിട്ട് ജീവിക്കുന്ന ഭാര്യ ഭർത്താവ് പോലും ചെറുതായിട്ട് ഒന്ന് വഴിതെറ്റുന്ന കാണാറുണ്ട്. ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ആപ്സും പിന്നെ സൗന്ദര്യം കൂടുതൽ, ഭാര്യയ്ക്ക് സൗന്ദര്യം കൂടി വരികയല്ല, പക്ഷേ ഏജ് ഗ്രേസ്ഫുള്ളി രണ്ടുപേരും ഒരേപോലെയല്ലേ, ഗ്രേസ്ഫുള്ളി അല്ലേ ഏജ് ചെയ്യണേ. ഒരു 10-50 വയസ്സുള്ള ആണ് 30 വയസ്സുള്ള ഒരു പെൺകുട്ടി പുറകിൽ വരുന്നുണ്ടെങ്കിൽ ഐദർ ഇറ്റ് വിൽ ബി ഫോർ ഹിസ് മണി കേട്ടോ, അല്ലാതെ അയാളുടെ ഭംഗിയോ ഇത് കണ്ടിട്ടല്ല, അല്ലെങ്കിൽ അയാളുടെ പ്രശസ്തി, ഒരെങ്കിലും എഴുത്തുകാരനായിരിക്കാം, പാട്ടുകാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വലിയ കമ്പനിയുടെ വലിയ CEO ആയിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള പൈസ നോക്കിയിട്ടൊക്കെ വരുന്നുണ്ട്. സോ ആണുങ്ങളല്ലേ കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ടത്. നമ്മൾ എന്തിനാണ് നമ്മുടെ നല്ല ഒരു പ്രാഗൽഭ്യമുള്ള ഒരു ജീവിതം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ബലിയാടായി കൊടുക്കുന്നത് അല്ലേ? പെൺകുട്ടികളുടെ മുമ്പിൽ എന്തിനാണ് നമ്മൾ കൊച്ചാകുന്നത്? സൗന്ദര്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശാരീരിക അട്രാക്ഷനോ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് മാറില്ലേ, ഇല്ലേ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. ഇന്നത്തെ വിമൻസ് ഡേ നമുക്ക് നെയ്പായസം വായിച്ചു, നെയ്പായസത്തിൻ്റെ കഥ പറഞ്ഞു, പിന്നെ കണ്ടൻറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നോടൊത്ത് ട്രാവൽ ചെയ്യുന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. എൻ്റെ ഈ എന്താ പറയുക, ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങളിൽ ഉണ്ടാക്കി തരണം. എനിക്കിത് ആദ്യം ഒരു 30കളിൽ ഇല്ലാതിരുന്ന ഒരു വിസ്ഡമാണ് കേട്ടോ. 40 വയസ്സൊക്കെ ആയ പിന്നെയാണ് എനിക്ക് ഈ വിസ്ഡം വന്നു തുടങ്ങിയത്. സോ എന്നെ കേൾക്കുന്ന 30കളിലൊക്കെ ഉള്ളവർ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 50 വയസ്സാകുമ്പോഴേക്കും കോടീശ്വരി ആയിരിക്കും. ഓക്കെ, ബൈ.